ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പനി പിടിച്ചു. മഞ്ചേരിക്കാവ് വേലയ്ക്ക് പോയിട്ട് അന്ന് രാത്രി 2 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് കിടന്നതാണ് ഉറങ്ങുള്ളൂ. പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. മൊത്തത്തിൽ ചുടുചുടും തന്നെ ശരീരമൊക്കെ കുത്തുക, തീരെ വലിയ ഛർദ്ദിക്കാൻ വയ്യ, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ കുറേ പൂരങ്ങൾ മിസ്സായി. ചെനക്കത്തൂർ മിസ്സായി. ചെനക്കത്തൂർ പോകണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചാണ്, അതൊക്കെ മൂഞ്ചി പോയി. അതേപോലെ തന്നെ മണ്ണാർക്കാട് വേല അത് മിസ്സായി. മണ്ണാർക്കാട് വേലയ്ക്ക് മറ്റേ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൂരത്തിന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട് മണ്ണാർക്കാട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതാണ് വേലയ്ക്ക് നേരത്തെ പോകണം, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കണം. എന്തായാലും അതൊക്കെ മിസ്സായി. മഞ്ചേരിക്കാവ് വേലയ്ക്ക് പോയ സമയത്ത് അവിടെ അടിപൊളിയായിരുന്നു സംഭവം. മഴ ചാറുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ മഴ ചാറുണ്ടായിരുന്നു മാത്രമല്ല, അതിനെ മൊത്തം അതിജീവിച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി സീനിയേഴ്സ് ചിങ്കാരിമേളം അവിടെ ഉണ്ടായിരുന്നു. എന്താ സീനിയേഴ്സിൻ്റെ ചിങ്കാരിമേളം എന്ന് പറയുന്നത്, അതായത് അത്രയും ടൈറ്റായിട്ട് മുറുക്കിയിട്ടുള്ള ചെണ്ടകൾ, ചിങ്കാരിമേളം, അടിപൊളി സൗണ്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവം, ഒരുപാട് ആവേശം തന്നുള്ളൊരു സംഭവം. അതുപോലെ ഗരുഡ നൃത്തം, ആ കമ്മിറ്റിക്കാർ അടിപൊളി ചോപ്പ് ഡ്രസ്സൊക്കെ, സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമായത്. ഭയങ്കര അടിപൊളി സ്റ്റാൻഡേർഡുള്ള കമ്മിറ്റി, സീനിയേഴ്സ് ചിങ്കാരിമേളം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ആ മഴയത്ത് ഒക്കെ അവർ സംഭവം അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത്. മഴയത്തൊന്നും അവർ തളർന്നിട്ടില്ല, അതായിരുന്നു. മഞ്ചേരിക്കാവ് കതിരവനുണ്ടായിരുന്നു, നിലവിൻ്റെ തമ്പുരാനുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ അവിടെ നിന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അവിടെ വെറൈറ്റി ഒറ്റക്കാളുകളുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ചേരിക്കാവിൽ വന്ന ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങളെ പൂക്കുട്ടികളിയാവ് അല്ലെങ്കിൽ പരിയാൻപറ്റയിലൊക്കെ വരുമ്പോൾ അവിടെയുള്ള ഒറ്റക്കാളുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മഞ്ചേരിക്കാവിലെ ഒറ്റക്കാളുകൾ എന്ന് പറയുന്നത്. അതായത് വളരെ ഹൈറ്റുള്ള ഒറ്റക്കാളുകളും, ഈ ഒറ്റക്കാളുകൾ 2 ബോഡിയായിട്ട് ഇരട്ടക്കാളി ഉണ്ടാവില്ല, ഡബിൾ കാള, അങ്ങനെ വളരെ ഹൈറ്റാണുള്ളത്. അപ്പോൾ പൂക്കുട്ടികളിയിലൊക്കെ ഒറ്റക്കാളെന്ന് പറയുന്നത് അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. ഇവിടെ കഴുത്തൊക്കെ നല്ല നീട്ടമാണ്. അപ്പോൾ അത്രയും കഴുത്തുള്ള ഒറ്റക്കാളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നത്. ചെനക്കത്തൂർ പൂരത്തിന് പോയ ആളുകൾക്ക് മനസ്സിലാവും. എനിക്കതിൽ ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ആന്ധ്രാപ്രദേശിൽ നിന്നിട്ട് തോന്നുന്നു ഒരു ടീം മറ്റേ ഡോലി പോലുള്ള സാധനമൊക്കെ ഇട്ട് നാസിക് പോലുള്ള സംഭവമൊക്കെ കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഗേൾസും അതേപോലെ പുരുഷന്മാരും ഒക്കെ ഉള്ള സംഭവം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായി. അപ്പോൾ ആരെങ്കിലും ചെനക്കത്തൂർ പോയിട്ട് അത് കണ്ടോ, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്തായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ? അപ്പോൾ ആ വീഡിയോ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ചെനക്കത്തൂർ എന്തായാലും പോകാൻ പറ്റിയില്ല, മിസ്സായി. എന്നാൽ തീരെ വയ്യായിരുന്നു. മണ്ണാർക്കാട് വേല മിസ്സായി. മണ്ണാർക്കാട് വേല അവിടെ പോയിട്ട് കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. അന്ന് ഈ ചേറമ്പറ്റക്കാവ് വരുന്നുണ്ട്. ഇപ്പോൾ വൈലേങ്ങൊന്നും സാധനം മുഞ്ചിത്തിരിഞ്ഞ് വൈലേങ്ങൊന്നിന് പോകാൻ പറ്റിയില്ല. ഒരു അർദ്ധബോധാവസ്ഥയിലായിരുന്നു മൊത്തത്തിൽ. ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല, തീരെ വെച്ച. ചേറമ്പറ്റക്കാവ് മാർച്ച് 22-നല്ലേ വരും ചേറമ്പറ്റക്കാവ് കാളവേല അതേപോലെ പൂരം എന്നൊക്കെ പറയുന്നത് രണ്ടും ഒരു ദിവസം സംഭവമാണ്. അപ്പോൾ പൂക്കുട്ടികളിയാവിൽ അതേപോലെ പരിയാനംപറ്റയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളവേലയ്ക്കൊരു ദിവസം, പൂരത്തിനൊരു ദിവസമാണല്ലോ. പക്ഷേ ചേറമ്പറ്റക്കാവ് പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളവേലയും പൂരം ഒക്കെ ഒറ്റ ദിവസമാണ്. അതിങ്ങനെ ആ നിരപ്പുള്ള സ്ഥലത്ത് കാളകളും ആനകളും ഒക്കെ നിരന്നിട്ടുള്ള ഒരു സംഭവം. വള്ളുവനാട്ടിലെ കാളവേലകളിൽ പൂരത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കാളവേല ഒരു പൂരമാണ് ചേറമ്പറ്റക്കാവ് പൂരം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ എല്ലാ വലിയ കാളകളെയും പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അതേപോലെ തൃക്കടവൂർ ശിവരാജു ആന വരുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ എന്തായാലും തൃക്കടവൂരിനെ ഇവിടെ ശിവരാജുവിനെ ഇവിടെ അടുത്തുനിന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ സീസണിൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ ഇതിൽ വേറൊരു സംഭവം എടുത്ത് പങ്കുവെക്കാനുള്ളത്, ഇന്ന് ഞാൻ ആ കോതോർശി തീരം പോകുന്ന സമയത്ത് കോതോർശി പള്ളി ഉണ്ടല്ലോ, പനവണ്ണ പള്ളിയുടെ അവർ മറ്റേ പറ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവർ ഡോലി പോലുള്ളൊരു സെറ്റപ്പ്, അതുപോലെ പീപ്പിളി പോലുള്ളൊരു സാധനം, ഇത് രണ്ടും കൂടി ഞാൻ കൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു പ്രത്യേക സൗണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പരിയാനംപറ്റയിലാണ് പൂരം കഴിഞ്ഞിട്ട് ദേവീനെ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗണ്ട് ഉള്ളത്, ഈ തകിലിൻ്റെ ഒരു സംഭവം. ഇത് തകിലല്ല, ഒരു പ്രത്യേകതരം ഡോലും അതേപോലെ തന്നെ ഒരു പീപ്പിളിയാണ് സംഭവം. അത് നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണത്. അപ്പോൾ ശബ്ദങ്ങളൊന്നുമില്ല, ക്ലിയർ ആയിട്ടുള്ളൊരു സൗണ്ടാണ്. അത് പറ എടുക്കാൻ വേണ്ടിയിട്ട് വരണതാണ്, പിരിവിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ കേട്ടപ്പോഴേ പരിയാൻപറ്റ മറ്റേ പൂരത്തിനുള്ള ആ ഒരു സാധനമൊക്കെ, ദേവീനെ ഓർക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ചേറമ്പറ്റക്കാവ് നമുക്ക് ഉഷാറാക്കാം. ചേറമ്പറ്റക്കാവിലേക്ക് എല്ലാവരും വരിക.
കോതകുറിശി ചളവറ റൂട്ടിൽ വലതു ഭാഗത്ത് ആണ് ചെറുമറ്റക്കാവ്. അവിടെ മറ്റേ കുളമുണ്ടല്ലോ, കുളത്തിൻ്റെ അതിനെ കളകൾ ഒക്കെ കയറുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. എന്തായാലും ഗംഭീര കമ്മിറ്റികളാണ് അവിടെ ഉള്ളത്. ഗംഭീര ആനകൾ, ഗംഭീര കാളകളൊക്കെ ഉണ്ടായിരിക്കും. നമുക്കിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ കുറേ മൊത്തത്തിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സമാധാനം, ആ മുകളിലോട്ട് കയറി നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും വേറെ വീഡിയോയിൽ കാണാം. നന്ദി.